എല്ലാ പ്രിയമുള്ളവർക്കും ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ Lord we praise ഹല്ലേലൂയ ആ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ റെയിൻ കേരള ഹാർവസ്റ്റ് ടിവി കുടുംബാംഗങ്ങൾ ലോകത്തിന്റെ നാനാ രാഷ്ട്രങ്ങളിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഇപ്പോൾ ചേർന്ന് Hallelujah. Rain Kerala family and Harvest TV family, Lord, we are joining together in lifting up your holy name, singing Hallelujah. Hallelujah. Yes, Lord. Hallelujah. ശബ്ദമുയർത്തി ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകലിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. രോഗിയെ സൗഖ്യമാക്കുന്ന യേശു, ഭൂതഗ്രസ്തനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന യേശു, ഏത് പാപിയെയും മാറോട് ചേർത്തണച്ച് തന്റെ ചങ്കിൽ നിന്നൊഴുകിയ പരിശുദ്ധ ചോരയാൽ കഴുകി ഉന്നതമായ പദവികൾ നൽകുന്ന യേശുവേ, അവിടുന്ന് എത്ര നല്ലവൻ. ആ രണ്ട് കരങ്ങളും ഉയർത്തി Hallelujah. Hallelujah. യേശുവേ Hallelujah. ആയിരങ്ങൾ ആയിരങ്ങൾ ഒന്ന് ചേർന്ന് ഇന്ന് and we praise Hallelujah. ഈ പകൽ കണ്ണുനീർ തുടയ്ക്കുന്ന Jesus will wipe away all our tears. And Jesus will set each of us free. നമ്മെ ഓരോരുത്തരെയും സ്വതന്ത്രനാക്കുന്ന യേശു. And Jesus will bless each of us with His abundant life. തന്റെ സമൃദ്ധമായ ജീവൻ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ്. Bible says only believe in Him. അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ഉയർത്തി only believe in Jesus for your miracle. നിങ്ങളുടെ അത്ഭുതത്തിനായി യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. Only believe in Jesus. For eternal life, only believe in Jesus. നിത്യജീവന് വേണ്ടി യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. For healing and miracles, only believe in Jesus. സൗഖ്യത്തിനു വേണ്ടി അത്ഭുതങ്ങൾക്കായി യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. For peace and joy in life, only believe in Jesus. സമാധാനത്തിനും സന്തോഷത്തിനും യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. As we sing together, let's sing. നമ്മൾ ഒന്നിച്ച് Hosanna. I'm sure the Spirit of God is going to speak to us.
പരിശുദ്ധാത്മാവിന്റെ പകൽ താങ്കളോട് സംസാരിക്കുമെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് അവിടുത്തെ ഇഷ്ടം പോലെ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളെ കൊണ്ടുവരുവാനാണ്. കുഞ്ഞുകുട്ടി അപാലവൃത്തം ഒന്നു ചേർന്ന് and we say hallelujah hosanna hallelujah hosanna. പരിശുദ്ധ വചനത്തിനായി രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ പിതാവേ, ഈ പുതിയ ദിവസം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Father God, we are so grateful to you for blessing us with a new day. And Lord, we read in your word that every day your mercies are new, Lord. ഓരോ ദിവസവും അങ്ങയുടെ പുതുക്കി വരുന്ന ദയയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. You are eternal righteous God and you are holy and you are holy. You are holy, Lord. അവിടുന്ന് കർത്താവേ വിശുദ്ധനായ ദൈവമാകയാൽ, നീതിമാനായ കർത്താവാകയാൽ, നീതി ധരിച്ചവനാകയാൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Eternal Father, we thank you. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. We are so grateful to you, Lord. You transcend the time and the limitations of time and space. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതിക്കപ്പുറത്തേക്ക് അവിടുന്നുള്ളവനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Thank you, Lord. You will speak to our broken hearts, Lord. ഞങ്ങളുടെ നുറുകിയ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കുക. And you will set us free this morning. ഈ പകൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വിമോചനത്തിലേക്ക് നയിക്കുക. As we are worshiping the Lord this morning, നാം ഇന്ന് പകൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കേരള ഹാർവസ്റ്റ് TV കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. We would love to read a couple of verses from God's word, book of Isaiah chapter 42 verses from 1 through 4 for our short meditation this morning. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഇതാ ഞാൻ താങ്ങുന്നു. ഇതാ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ പാസ്റ്റർ. ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളെ ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഉച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. Isaiah chapter 42 verses from 1 to 4. Behold my servant whom I uphold, my elect one in whom my soul delights. I have put my spirit upon him. He will bring forth justice to the Gentiles. He will not cry out nor raise his voice, nor cause his voice to be heard in the street. A bruise to read he will not break, and smoking flax he will not quench. He will not bring forth justice for truth. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ യേശു കെടുത്തുകയില്ല. പാസ്റ്റർ വാക്യം ഒന്നുടന്ന് വായിക്കുമോ? 3-ാം വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ചതഞ്ഞ ഓട ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത ഒരു നല്ല കർത്താവ്. Can we sing together? യേശു Jesus. എല്ലാ പ്രിയമുള്ളവരും ചേർന്ന് യേശു എത്ര നല്ലവൻ. പാസ്റ്റർ ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുമോ?
ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ബ്രദർ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ബ്രദർ. ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല. അവൻ നിലവിളിക്കുകയില്ല. ഉച്ച ഉണ്ടാക്കുകയുമില്ല. ഉച്ച ഉണ്ടാക്കുകയുമില്ല. തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയുകയില്ല. ചതഞ്ഞോട് അവൻ ഒടിച്ചു കളയില്ല. പുകയുന്ന തിരി കെടുത്തുകയില്ല. പുകയുന്ന തിരിയെ കെടുത്തുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. He will bring forth justice for truth. Verse number 4. A brew is to read, he will not break, and smoking flax he will not quench. Beloved, it is the same Spirit of God who was upon Jesus. He is speaking to you and to me this morning that a brew is to read, he will not break. ഒരു ചതഞ്ഞ ഓടയെ ഒടിക്കാത്തൊരു യേശു. പാസ്റ്റർ, ഈ ലോകത്തിൽ എവിടെ പോയാലും കഴിവ്, പ്രാപ്തി, ക്വാളിഫിക്കേഷൻ, യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ. ഞാൻ 5ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൈക്രോസോഫ്റ്റിൽ പോയൊരു ജോലി അന്വേഷിച്ചാൽ എനിക്ക് ജോലി ലഭിക്കില്ല. ഹല്ലേലൂയ. ജന്മനാ എനിക്ക് ഇന്ന വൈകല്യമുണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ജോലിക്ക് അപേക്ഷ കൊടുത്താൽ എന്നെ അവർ നിരസിക്കും. സർക്കാരാകട്ടെ സ്വകാര്യ വ്യക്തികളാകട്ടെ യോഗ്യതയില്ലാത്തതിനെ നിരസിക്കുമ്പോൾ, പാപമില്ലാത്ത വ്യക്തികളെ ലോകം മുഴുവൻ അന്വേഷിക്കുമ്പോൾ, പാപത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയുവാൻ ആളുകൾ കൂടെ നിന്നപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ പോകുക, ഇനിയും പാപം ചെയ്യരുത്. നശിക്കുന്നവനെ നശിപ്പിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നശിക്കുന്നവനെയും നശിപ്പിക്കുന്നവനെയും ഒരുപോലെ രക്ഷിക്കുന്ന ഒരേ ഒരുവൻ, അത് ഉയർത്തെഴുന്നേറ്റ യേശു മാത്രം. ഈ ആരാധനയിൽ ഈ പാട്ട് ചേർന്ന് നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം, ചതഞ്ഞോടയോടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം. പാസ്റ്റർ, ജീവിതത്തിൽ വെല്ലുവിളികൾ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഉണ്ടാകാം. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഭൂകമ്പങ്ങൾ, ലാൻഡ് സ്ലൈഡിങ്, ഭയങ്കര മഴകൾ, അതിഭയങ്കരമായ വരൾച്ചകൾ, ക്ഷാമം, ദാരിദ്ര്യം, അപ്രതീക്ഷിതമായ രോഗങ്ങൾ, ഇവയൊക്കെ ആരുടെയും ജീവിതത്തിന് മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിടുമ്പോൾ സ്വന്തം ബന്ധം, മിത്രങ്ങൾ, പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, ദേശനിവാസികൾ, രാജ്യം, രാജ്യക്കാർ കുറെ സമയത്തേക്ക് അവരെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യാം. പക്ഷെ അവർ വെച്ചിരിക്കുന്ന ഒരു സമയം കഴിഞ്ഞിട്ടും ആ ജീവിതത്തിന് ഒരു വ്യത്യാസം, സൗഖ്യം, വിടുതൽ, ഉദ്ധാരണം ഉണ്ടാകുന്നില്ലെങ്കിൽ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. എന്നെ ശ്രദ്ധിക്കൂ. ഇന്ന് പകൽ ജീവിതത്തിൽ നേരിട്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ ഉപയോഗം നഷ്ടപ്പെട്ട ഒരു വസ്തുവായി, ഒരു ഓടക്കുഴലിനെ പോലെ, ഒരു റീഡിനെ പോലെ താങ്കളുടെ ജീവിതമായിരിക്കുന്നെങ്കിൽ, are you going through dejection and rejection this morning? We have a good news for you. Behold, my servant whom I hold. ഞാൻ താങ്ങുന്ന എൻ്റെ ദാസനെന്ന്
സ്വർഗത്തിലെ ദൈവം മനുഷ്യപുത്രനായ യേശുവിനെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അതേ യേശു, അതേ സ്വർഗം, അതേ ദൈവം ഈ പകൽ കുഞ്ഞെ, സഹോദര, സഹോദരി, അമ്മേ, അപ്പ, താങ്കളെ നോക്കിക്കൊണ്ട്, യുവാവേ, യുവതിയെ, താങ്കളെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു. ബിഹോൾഡ്, ഞാൻ താങ്ങുന്ന സിനു. ബിഹോൾഡ്, ഇതാ ഞാൻ താങ്ങുന്ന സാം. ഗ്ലോറി. ആ വാക്യത്തിൽ താങ്കളുടെ പേര് ചേർത്തൊന്ന് വായിച്ചേ. ബൈബിൾ നമ്മളെ ഇങ്ങനെ വ്യക്തമാക്കുന്നു. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, കീഴെ ശാശ്വത ഭുജങ്ങൾ. ആരൊക്കെ ഈ കരങ്ങളിൽ നിന്ന് താങ്കളെ തള്ളിക്കളയാൻ ശ്രമിച്ചാലും പാസ്റ്റർ ബൈബിളിൽ വ്യക്തമാക്കുന്നു, സൃഷ്ടിതാവാം ദൈവം നമ്മെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ലോകവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയും അധികം വികസിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. പക്ഷെ ഇന്ന് വരെ ശാസ്ത്രത്തിന് കയ്യിലെ വരയെ തുടയ്ക്കാനുള്ളൊരു സംവിധാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പകൽ അതുല്യമായ നിലയിൽ താങ്കളെ സൃഷ്ടിച്ച ദൈവം, ബിലവൻ, ഈ സത്യം താങ്കൾ അറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. താങ്കളെ പോലെ താങ്കൾക്ക് പകരം വേറൊരാൾ ഭൂമിയിലില്ല. ദൈവത്തിന് താങ്കൾ മാത്രമാണ്. You are so distinctively created in the image and likeness of your creator God. And you are so special. You may be going through issues in life, but you are so special for the Lord. For you are a creation of God. You are not a sort of an evolution or revolution, but you are a creation of God. പരിണാമത്തിന്റെ അനന്തര ഫലമല്ല താങ്കൾ, പകരം സൃഷ്ടിതാവാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് താങ്കൾ. യു ആർ സോ ഇമ്പോർട്ടന്റ്. ദൈവത്തിന് താങ്കൾ വളരെ വിലപ്പെട്ട ജീവിതമാണ്. ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാം, ശരീരത്തിൽ മുഴകൾ ഉണ്ടാകാം, കിഡ്നികൾ പോയതാകാം, എല്ലുകൾ വളഞ്ഞതാകാം, വിരൂപമായതാകാം, സൗന്ദര്യമില്ലാത്തതാകാം, മുടി മുഴുവൻ നഷ്ടപ്പെട്ട് കാണും, പണമില്ലാത്ത വ്യക്തിയാകാം, സ്കൂളിൽ പഠിക്കാൻ പറ്റി കാണത്തില്ല, കൊള്ള സംഘങ്ങളിൽ അകപ്പെട്ടു പോയി കാണാം, ഏതെല്ലാം നശിച്ച ജീവിത മാർഗങ്ങളിൽ അകപ്പെട്ടെന്ന് വരാം. എങ്കിലും താങ്കൾ പരിണാമത്തിന്റെ ഫലമല്ല, താങ്കൾ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാ. യു ആർ ക്രിയേറ്റഡ് ബൈ യുവർ ലിവിംഗ് ഗാഡ്. നിങ്ങൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ട് തന്നെ താങ്കളുടെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രശ്നം നിമിത്തം, താങ്കൾ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം നിമിത്തം, താങ്കളുടെ ശരീരത്തിനകത്തും പുറത്തും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് നിമിത്തം താങ്കളെ വലിച്ചെറിയുന്ന ഒരു ദൈവമല്ല എൻ്റെ യേശു. ഞാൻ കാണിച്ചു തരുന്ന യേശു പുതുജീവൻ പകരുന്നവന്. ഞാൻ കാണിച്ചു തരുന്ന യേശു പ്രൈം കേരള ഹാർവസ്റ്റ് ടിവി കുടുംബം ലോകരാജ്യങ്ങൾക്ക് ഉയർത്തി കാട്ടിത്തരുന്ന ഉയർത്തെഴുന്നേറ്റ യേശു പാപിയെ തള്ളിക്കളയുന്നവനല്ല, തകർന്നവനെ തള്ളിക്കളയുന്നവനല്ല, രോഗിയെ പുറംകാലം കൊണ്ട് ചവിട്ടി താക്കുന്നവനല്ല, ഇനിയും എന്തെങ്കിലും ആകട്ടെന്ന് പറയുന്നവനല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെന്ന് പറയുന്നവനല്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു യേശു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ടെലഫോണിൽ സംസാരിക്കുമ്പോൾ, വീട്ടിൽ ധാരാളം ബൈബിളുകളുണ്ട്, ഞാൻ ഇതുവരെയും ബൈബിൾ എടുത്ത് വായിച്ചിട്ടില്ല. പ്രൈം കേരളയിൽ ബൈബിൾ ഇന്ന് തന്നെ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തോട് പറയുന്നതായിട്ട് തോന്നി. ഞാൻ എൻ്റെ ബൈബിൾ കരങ്ങളിൽ എടുത്തു. മനുഷ്യൻ നിറഞ്ഞ കണ്ണുകളോടെയാ എന്നോട് തൻ്റെ സംസാരം, തൻ്റെ ശബ്ദം ഇടറുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: പൊടി പിടിച്ചിരുന്ന ബൈബിൾ തട്ടിയെടുത്ത് ഒരു 11 കാലം കഴിഞ്ഞപ്പോൾ താൻ ആ ബൈബിൾ തുറന്നപ്പോൾ തൻ്റെ കണ്ണിൽ പെട്ടത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? പറയാൻ ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞത് വരും, പക്ഷെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ആശുപത്രി കിടക്കയിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, ആൺകുഞ്ഞ്, പെൺകുഞ്ഞ്, ഡോക്ടർമാര്, നഴ്സസ്, സകലരും നമ്മെ വിട്ടുമാറുക. പക്ഷെ ആ കിടക്കയിൽ താങ്കളുടെ വേദനയിൽ, താങ്കളുടെ ദുരിതാവസ്ഥയിൽ ഇറങ്ങി നിൽക്കാൻ കഴിവുള്ളവൻ ഉയർത്തെഴുന്നേറ്റ യേശു മാത്രം. ഭാര്യയോ ഭർത്താവോ വേദനകളെ പങ്കുവെക്കുവാൻ ഉള്ളത് നല്ലതാണ്, അവരത് ചെയ്യട്ടെ. പക്ഷേങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതുപോലെ അല്പം പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിലപിക്കുന്ന, ചങ്കുപൊട്ടുന്ന അനുഭവങ്ങളിലൂടെ പോകുന്ന ജീവിതമാണ് ഇന്ന് താങ്കളെങ്കിൽ
Oh, I have this good news for you. Jesus is there for you and for me. താങ്കൾക്ക് വേണ്ടി യേശുവുണ്ട്. ഹാർവസ്റ്റ് TV, പ്രൈയിങ് കേരള കുടുംബാംഗങ്ങൾ, ഞങ്ങൾ ഒന്നു ചേർന്ന് ലോകത്തോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം ഈ യേശു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, കണ്ണുനീരിനെ അവൻ തുടച്ചു, രോഗങ്ങളിൽ കൂടെ ഇരുന്ന് തൊട്ടു സുഖപ്പെടുത്തി, അനർത്ഥ വേളകളിൽ മാർവോട് ചേർത്ത്, മാത്രമല്ല ശുഭമായ ഭാവിയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകി തന്ന this same Jesus has touched our lives, gave us a life with a purpose, and he showed the way to walk ahead. രണ്ട് കരങ്ങളും ഉയർത്തി ഈ പാട്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പാടാം. അമ്മച്ച ഇനി കരയണ്ട, അമ്മച്ച ഇനി കരയണ്ട, പിതാവേ മാതാവേ ഇനി കരയണ്ട, യുവാവേ യുവതി ഇനി കരയണ്ട, ആൺകുഞ്ഞ് പെൺകുഞ്ഞ് ഇനി കരയണ്ട, പഠിക്കാൻ ബുദ്ധിയില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, മറ്റുള്ളവരെ പോലെ സാഹചര്യങ്ങളില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയെന്ന് സംഭവിക്കുന്നതെന്ന് ഓർത്ത് വിലപിക്കേണ്ട. ഈ പകൽ രണ്ട് കരവും ഉയർത്തി യേശുവോട് പറ, യേശുവേ ഞാൻ അങ്ങിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. I entrust my life into your hands, oh eternal God. നിത്യനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി അർപ്പിക്കുന്നു. ഹൃദയം തുറന്ന് ഈ പകൽ ആ വാക്ക്, ആ വാചകം നീ യേശുവോടൊന്ന് പറയൂ. ആ രോഗം ഇന്ന് സൗഖ്യമാകുക, ആ കണ്ണുനീരിൽ നിന്ന് താങ്കൾ ഇന്ന് പകൽ പുറത്തു വരും, ആ അടിമത്തത്തിൽ നിന്ന് താങ്കൾ വിടുവിക്കപ്പെടുക. ഇനി മേലാൽ ഇന്ന് മുതൽ താങ്കളുടെ ജീവിതം പഴയതുപോലല്ല. താങ്ങുന്ന കർത്താവ്, കൂടെ ഇരിക്കുന്ന യേശു. ഇന്ന് താങ്കളുടെ സൗഖ്യത്തിന്റെ ദിവസമാണ്. യെസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ താങ്കളുടെ ജീവിതത്തിന്റെ സൗഖ്യം, ഈ പകൽ താങ്കളുടെ ജീവിതത്തിന്റെ സൗഖ്യം. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു പക്ഷെങ്കിൽ താങ്കളുടെ പേര് കാണും. 19,000 കവിയുമ്പോൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ 19,000 കവിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ താങ്കളുടെ പേര് ഇതിനകത്ത് കാണും. താങ്കളുടെ ഭാരമേറിയ വിഷയങ്ങൾ ഇതിനകത്ത് കാണാം. ഇന്ന് പകൽക്കാലം ഇത് ഞങ്ങൾക്ക് ഒരു കൂട്ടം വിഷയമാണെങ്കിൽ യേശു ഓരോന്നിനെയും വ്യക്തമായി അറിയുന്ന കർത്താവ്. ഈ പകൽ യേശു എത്ര നല്ലവൻ, ഈ പകൽ യേശു എത്ര നല്ലവൻ. കഴിയുമെങ്കിൽ ഓടി എഴുന്നേറ്റ് വന്ന സ്ക്രീനിലേക്ക് താങ്കളുടെ കൺമുൻപാകെ കാണുന്ന ആ വിഷയങ്ങളിൽ ആ സ്ക്രീനിലേക്ക് കരങ്ങൾ വെച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കറണ്ട് അടിക്കുന്നത് പോലെ താങ്കളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ വ്യാപിക്കുക. ഗ്ലോറി ടു ദി ലോർഡ്, ഹല്ലേലൂയ. അനേക വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പുകയുന്ന തിരി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോ ജീവിതത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം പുകയുന്ന വ്യക്തിയെ കളയാത്ത കർത്താവേ, തള്ളിക്കളയാത്ത കർത്താവേ, ഉപയോഗശൂന്യമെന്ന് പറയപ്പെട്ട ജീവിതങ്ങളെ വലിച്ച് ലോകം എറിയുമ്പോൾ അവിടുന്ന് എറിഞ്ഞ് കളയുന്നില്ലല്ലോ. പിന്നെയും അതിനെ പണിതെടുത്ത്, പിന്നെയും അതിനെ പുതുതാക്കി, പിന്നെയും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവേ, അങ്ങയുടെ കരം ഈ പ്രിയപ്പെട്ട ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കണമേ. യേശുവേ, അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം നൽകണമേ. ഇപ്പോൾ തന്നെ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് അവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണം. അങ്ങയുടെ സമൃദ്ധമായ ജീവൻ,
അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കാൽവറി ക്രൂശിൽ യേശുവേ അവിടുന്ന് ഒഴുക്കിയ ആ പരിശുദ്ധ ചോരയാലുള്ള കഴുകൽ ഈ നിമിഷം തന്നെ ഓരോരുത്തരും അനുഭവിക്കട്ടെ. Lord, we pray that everyone joining us from different parts of the globe will experience the cleansing power of the blood of Jesus, that which was shed on the cross of Calvary for each of us, Lord. And I pray, Father, that you will set your people free. കർത്താവേ, നിന്റെ ജനത്തെ അവിടുന്ന് വിടുതലിലേക്ക് നയിക്കുക. ഈ പകൽ യേശുവിന്റെ നാമത്തിൽ രോഗമുള്ള ഭാഗത്ത് ഓരോ രോഗികളും കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓരോ രോഗിയും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ മാറട്ടെ. ആ ട്യൂമറുകൾ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. എല്ലുകളുടെ അവസ്ഥകൾ മാറട്ടെ. ഹൃദയ രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രെയിനിൽ വന്നിരിക്കുന്ന ട്യൂമറുകൾ, ആ ഡിസോർഡറുകൾ, മാനസിക വിഭ്രാന്തി, കൺഫ്യൂഷൻ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നാഡീ ഞരമ്പുകളിൽ സംഭവിച്ചിരിക്കുന്ന ആ രോഗങ്ങൾ, അത് നിമിത്തം വന്നിരിക്കുന്നതായ ശരീരത്തിന്റെ അവയവങ്ങൾ വൈകല്യങ്ങളായി പോയ, ബലഹീനമായി പോയ അവസ്ഥയിൽ നിന്ന്, തളർന്നുപോയ അവസ്ഥയിൽ നിന്ന് പ്രവർത്തനം നിശ്ചല അവസ്ഥയിലേക്ക് പോയ ശാരീരിക അവയവങ്ങൾ യേശുവിന്റെ പുനഃസൃഷ്ടിപ്പിന്റെ ശക്തി ഇപ്പോൾ അവരിൽ വ്യാപിക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വെള്ളപ്പാണ്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വൈറ്റ് പാച്ചസ് അവരുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സമ്പൂർണമായ സൗഖ്യം. അൾസർ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൈൽസിന്റെ അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓ ഹല്ലേലൂയ. കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കൃഷി അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ജോലികളിൽ അഭിവൃദ്ധിയും ഉയർച്ചയും സ്വസ്ഥതയുള്ള അന്തരീക്ഷവും ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന ക്ലാസ്സുകൾ മുതൽ ഉയർന്ന കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ IAS, സിവിൽ സർവീസിന്, കർത്താവെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് മറ്റും പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, MBBS, മെഡിസിന്, പോസ്റ്റ് ഗ്രാജുവേഷന് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കകളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൽ മാത്രം ലഭിക്കുന്ന ശുഭമായ ഭാവിക്ക് അവർ ഓരോരുത്തരും ഉടമകളായി തീരട്ടെ. We bless them in Jesus' name. അങ്ങയുടെ സമൃദ്ധമായ നന്മ കൊണ്ട് അവരെ എല്ലാവരെയും നിറയ്ക്കുക യേശുവിൻ നാമത്തിൽ. പ്രിയമുള്ളവരെ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ വിശ്വസിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. ഞാൻ കാത്തിരിക്കുന്നു താങ്കളുടെ ടെലിഫോൺ സന്ദേശം കേൾക്കുവാൻ, വിടുതലിൻ്റെ ആ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറയാം. എറണാകുളത്ത് നിന്നും സുമ വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് നടുവിന് ഓപ്പറേഷൻ കഴിഞ്ഞു, പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സൗഖ്യം ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് ലഭിക്കുമാറാട്ടെ. കർത്താവെ, ഓപ്പറേഷനിൽ നിന്ന് എത്രയും വേഗം കർത്താവെ ഒരു പൂർണ്ണ ഊർജ്ജത്തോടെ തിരിച്ചു വരുവാൻ അമ്മയെ സഹായിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. സെന്റിൻ തോമസ് വിളിച്ചിരിക്കുന്നു. പ്രമോഷൻ ലഭിക്കണം. ഫിസിക്കൽ ഡിഫോർമിറ്റി കാരണം പ്രമോഷൻ ലഭിക്കുന്നില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അത്ഭുത മന്ത്രിയായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, നിന്റെ മകന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മണ്ണർകാട് നിന്ന് ഓമന വിളിച്ചിരിക്കുന്നു. ടിൻഡു വിനീത നഴ്സിംഗ് പഠിക്കുന്നു. രണ്ടുപേർക്കും സുഖമില്ലാതിരിക്കുകയാണ്. എക്സാം തുടങ്ങുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, ഇപ്പോൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കൃപയാൽ അവരെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എക്സാമിന് വേണ്ടി ഒരുങ്ങുവാൻ ആ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കുമാറണമേ. അവരുടെ ആ കർത്താവെ എല്ലാവിധമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും മാറട്ടെ. കർത്താവെ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. മഞ്ജു രമേശ് വിളിച്ചിരിക്കുന്നു. കുവൈറ്റിൽ മിനിസ്ട്രിയിൽ ഇന്റർവ്യൂ ഉണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ആ മകളുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണം. ആ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടതായ എല്ലാ ജ്ഞാനവും കൂടെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറിയപ്പള്ളിയിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നു. 45 വയസ്സുള്ള മകന്റെ വിവാഹം നടക്കണം, മദ്യപാനം മാറണം, ഒരു ജോലി ലഭിക്കണം, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ മകനായി പ്രാർത്ഥിക്കുന്നു. ആ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
നിന്റെ ദൈവിക കരം നീട്ടി കർത്താവെ ആ മകന് വേണ്ട വഴികളെ നീ തുറക്കുമാറാകണമേ. കർത്താവെ ആ നിന്ദകളെ നീ മാറ്റി ആ മകനെ നീ ഉയർത്തുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തങ്കമ്മ വടവാന്ന് വിളിച്ചിരിക്കുന്നു. ബ്രദറിന്റെ മകൻ ബൈജു ഇന്ന് കുവൈറ്റിൽ ഇന്റർവ്യൂ ഉണ്ട്. മകനും ഭാര്യയും മാനസാന്തരം ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മകനെ ഹല്ലേലൂയ ഉയരത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കുന്നതിനായി സ്വന്തം ആ മകൻ ഇന്റർവ്യൂവിൽ പാസ്സാകട്ടെ. മകന്റെ ഭാര്യയുടെ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരുടെ ഹൃദയത്തെ തുറക്കണം. ദൈവീയ വചനം കേൾക്കുവാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ എന്റെ കർത്താവ് ഹൃദയത്തെ തുറക്കുന്നതിനായി സ്വന്തം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലാസ്റ്റർ എടുക്കാൻ പോയപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയത്. പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. യാതൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കേരളയിലുള്ളവർക്ക് നന്ദി പറയുന്നു. എംപ്ലോയ്മെൻറ്റിലെ കാർഡ് കാണാതെ പോയപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ആ കാർഡ് ലഭിച്ചു. പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കേരളയിൽ പ്രാർത്ഥിച്ചു. ബ്ലീഡിങ് നിന്നും ഫാദറിൻ്റെ മദ്യപാനം കുറഞ്ഞു. പോസ്റ്റ് BSc ഫൈനൽ ഇയർ എക്സാമാണ്. ഫ്രണ്ട് ചിന്നുവിൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത് സിനി സുരേഷ് ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, യേശുവേ നീ എത്ര നല്ലവൻ. കസിൻ്റെ ഭാര്യ രുക്മിയ കിഡ്നി പ്രോബ്ലം ആയിരുന്നു, ഡയാലിസിസ് ചെയ്യുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു, നല്ല കുറവുണ്ട്. സെല്ലിന് ഇളമക്കരയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് മകൻ്റെയും മരുമക്കളുടെയും വീസ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന കേരളത്തിൽ പറഞ്ഞിരുന്നു. യേശു അത് നൽകിക്കൊടുത്തു. വീട്ടിൽ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തു. ഇന്നലെ തന്നെ അതിൻ്റെ കണക്ഷൻ ലഭിച്ചു. ഏതെല്ലാം തുറകളിൽ ഉള്ള ജീവിത വിഷയങ്ങളിൽ കർത്താവ് പ്രാർത്ഥന കേന്ദ്രത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മറുപടി നൽകുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന താങ്കളും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശ്രേഷ്ഠരായ അനേകം ദൈവഭക്തന്മാർ വിവിധ സഭകളെ സഭാ അതിർവരമ്പുകൾക്കപ്പുറത്ത് ധാരാളം അച്ഛന്മാര്, ധാരാളം വികാരിമാര്, ധാരാളം പാസ്റ്റേഴ്സ്, ധാരാളം കർത്തൃവേലക്കാര്, ദൈവദാസന്മാർ, ദൈവദാസിമാർ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നതിൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി ഈ ജീവിതങ്ങൾക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തെയും അത് എഴുതിക്കൊണ്ടിരിക്കുന്ന അത് പറയുന്ന ആ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യം, യേശുവിൻ്റെ സമാധാനം ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ മറുപടി യേശുവിൻ നാമത്തിൽ അവരിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ കേക്കാം പറഞ്ഞാട്ടെ. ഇന്നലെ നമുക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് രൂപയുടെ മൂല്യം 10 വർഷത്തിനിപ്പുറം വെച്ച് ഏറ്റവും കൂടുതൽ ഇടിവ് ഇപ്രാവശ്യമാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ ഭയങ്കരമായ ഒരു വിലക്കയറ്റം, 3 ഇരട്ടിയിലധികം വില കൊടുക്കേണ്ടി വരും എല്ലാ സാധനങ്ങൾക്കും. അപ്പൊ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യ നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും. സാറിന്റെ പേരെന്താ? എന്റെ പേര് ടോണി എന്നാണ്. ടോണി. മിസ്റ്റർ ടോണി, ഞങ്ങൾക്കൊരു സദ്വർത്തമാനം പറയാറുള്ളത്, വ്യാഴാഴ്ച രാത്രിയിൽ വിലക്കയറ്റം മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സ്പെഷ്യൽ പ്രെയർ വരുന്നുണ്ട്. 9:30 മുതൽ 10:30 വരെയുള്ള ഒരു സമയത്ത് വിലക്കയറ്റം മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് ടോണി ഈ വിവരം തന്നതിന് നന്ദി. പ്രേയിങ് കേരള കുടുംബാംഗങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ സദ്വർത്തമാനം അറിയിക്കട്ടെ. ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമല്ല, നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളാകയാൽ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നത് പ്രേയിങ് കേരളയിൽ വിളിച്ചറിയിക്കണം, അല്ലെങ്കിൽ ഇമെയിൽ അറിയിക്കുക. ചിലർ പറയുന്നു ഇമെയിൽ അഡ്രസ്സ് അറിയത്തില്ലെന്ന്. അത് പറഞ്ഞുതരാം. prayingkerala@gmail.com. തീർച്ചയായിട്ടും ആ വിലാസത്തിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിച്ചേരും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രേയിങ് കേരള കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ, സജഷൻസ്, കമൻസ് ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും ടെലിഫോണിൽ ആ വിവരങ്ങൾ വിളിച്ചു പറയണം. ടോണി, പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ വിപത്താണ്. രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ ഇക്കോണമി അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ഇന്ത്യൻ സമ്പദ്ഘടന അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, സമൃദ്ധമാകേണ്ടതിന്, സമ്പുഷ്ടമാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ധാരാളം കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ കാരണങ്ങളാണ് ഇന്ന്
ഇന്ന് പകൽ കാരണങ്ങൾ എന്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഹാർവസ്റ്റ് TV പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിമോചന ഈ വിഷയത്തിന് മേൽ ഉണ്ടാകട്ടെ. രൂപയുടെ മൂല്യം യഥോചിതം അത് ശക്തിയുള്ളതായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു തിരിച്ചു വരവ് രൂപയ്ക്ക് ഉണ്ടാകട്ടെ. ഇന്ത്യയിൽ അവശ്യ സാധനങ്ങളുടെ അടിസ്ഥാനപരമായ എല്ലാത്തിൻ്റെയും വില കുതിച്ചു കയറുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ കരം ഈ വിഷയത്തിന്റെ മേൽ വായിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് ബിന്ദു വിളിച്ചിരിക്കുന്നു. സഹോദരന്റെ വിവാഹം കഴിഞ്ഞ് 2 മാസമായി ജീവിതത്തിൽ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. വിനോദന്റെ മാനസാന്തരയുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച മനേപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ദൈവികമായ സ്വസ്ഥതയെ സമാധാനം കൊടുത്ത് ദൈവികമായ ഒരു മാനസാന്തരം കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അച്ചാമ്മ കുമാരനെല്ലാം ഒന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണല്ലോ സമാധാനത്തിന്റെ പ്രഭു. അങ്ങ് അവരുടെ കുടുംബത്തിൽ വസിച്ച് സകലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്ന 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ഭാരപ്പെടുന്ന പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ബലഹീനമായ വിഷയത്തിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി അത്ഭുത കരപടി ഇറങ്ങി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വൈദ്യനെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശാരദ കേശവപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾ ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായി അങ്ങ് കരുതി വെച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് തുറന്നു വരുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സംസാരിക്കട്ടെ, ദൈവത്തിന്റെ പുകഴ്ചകളെ വർണ്ണിക്കുന്ന കുഞ്ഞുങ്ങളെ ചെയ്യുവാൻ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. വിളിച്ചിരിക്കുന്നു. ആശുപത്രിയിലേക്കുള്ള പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരിൽ ആധിപത്യമെടുക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി പൂർണ്ണമായ സൗഖ്യത ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. കർത്താവ്, അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജോർജ് തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന്റെ യാത്ര സുഖകരമായിരുന്നു. ക്ഷേമത്തോടെ ചെല്ലുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകട്ടെ. കർത്താവേ, കുടുംബത്തിന് മേൽ ദൈവിക പദ്ധതി വ്യക്തതയോടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. എല്ലാ നാമത്തിനും മേലായ നാമം വാഴ്ത്തപ്പെടും. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. പോസ്റ്റ് BSc എക്സാം നടക്കുന്നു. ബിന്ദു, മോളി, ഷീജ, ശോഭി നോക്കി എന്തുമാത്രം വിദ്യാർത്ഥിനികളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിക്കുന്നത്. നാളെ ഫസ്റ്റ് ഇയറിൻ്റെ നഴ്സിംഗിൻ്റെ എക്സാം നടക്കുന്നു. ഇന്നലെ മെഡിസിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുക MBBS 2ാം വർഷം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി അശ്വതി വിളിച്ചു പറഞ്ഞത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. എന്ത് സംഭവിച്ചെന്നറിയുന്നില്ല. ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് അതിന് പഠിക്കുവാൻ തന്നെ കഴിയുന്നില്ല. ആ സ്ഥിതിയിൽ നിന്ന് വിമോചനം അനുഭവിക്കുന്ന ധാരാളം വിദ്യാർത്ഥിനികളെ പ്രൈം കേരളയിൽ ഞങ്ങളുടെ പക്കൽ തെളിവുകളായി ഉള്ളതുകൊണ്ട് ഇന്ന് പകൽ സന്തോഷത്തോടെ ഞങ്ങൾ ഉറപ്പായി ഇങ്ങനെ പറയട്ടെ, നമുക്ക് എക്സലൻസിനുള്ള കഴിവ് തരുന്നത് ദൈവമാണ്. മികവിനുള്ള ശേഷി കർത്താവ് തരുന്ന Jesus wants to give you the spirit of excellence, that which he gave to Daniel, that which he gave to Joseph, that which he gave to Nehemiah. നെഹമ്യാവിന് നൽകിയ, ബെസലേലിന് നൽകിയ, ജോസഫിന് നൽകിയ ആ മികവിൻ്റെ ആത്മാവ് താങ്കൾക്ക് നൽകുവാൻ യേശു ഇഷ്ടപ്പെടുമ്പോൾ എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. പരാജയം എന്ന സ്ഥിതിവിശേഷം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി മാറണം. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലായിടത്തും കർത്താവേ, ഞങ്ങളൊരു ഉണർവിനെ കൽപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉന്നതമായ ധാർമ്മിക മൂല്യമുള്ള ഒരു യൗവന തലമുറ ഈ രാജ്യത്ത് ഉളവാകട്ടെ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അസന്മാർഗികമായ ജീവിത രീതികളുടെയും അടിമത്തങ്ങളിൽ നിന്ന് ഈ ഇന്ത്യൻ തലമുറ വിമോചനം 100% യേശുവിൻ നാമത്തിൽ അനുഭവിക്കണം. കർത്താവേ, അവരിൽ ഓരോരുത്തരിലും മികവിന്റെ ആത്മാവിനെ പകരണമേ. Lord, we pray that you will fill every student of our nation
with the spirit of excellence, Lord. Yes, Lord. മികവിന്റെ ആത്മാവിനാൽ അവിടുന്ന് ഓരോരുത്തരെയും നിറയ്ക്കും. ഓരോ എക്സാം എഴുതുന്ന വിദ്യാർത്ഥിനിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറിയ ക്ലാസ് മുതൽ ഉയർന്ന കോഴ്സുകൾ പഠിക്കുന്നവരെ വരെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് അറിയാം, ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥന കേരളം പ്രത്യേകാൽ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ എവിടെയുണ്ട്. ആ ഏരിയയിൽ താങ്കളായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കടന്നു വരണം. 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ താങ്കളെ കാത്തിരിക്കും. മറക്കരുത്, ഇന്ന് തന്നെ അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ മാസം അവസാനം 29, 30, 31 ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നലെ പലരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആ ദിവസങ്ങളൊന്ന് വരാൻ കാത്തിരിക്കുക. പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഭാഗികമായിട്ട് ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ബ്ലഡ് ഷുഗർ നിമിത്തം ആഹാരം കഴിക്കുന്നവരുണ്ട്. ആഹാരം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു ദോഷവുമില്ല. കഴിച്ചുകൊണ്ടോ കഴിക്കാതെയോ അവരവരുടെ ശരീരത്തിൻ്റെ ബലമനുസരിച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം, അവധികൾ ക്രമീകരിക്കണം. യേശു വലിയ കാര്യങ്ങൾ നമുക്കായി ചെയ്യും. ഈ യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. കുഞ്ഞുമോൻ പത്തനംതിട്ടയിൽ വിളിച്ചിരിക്കുന്നു. മകൾക്ക് എക്സാം PSC ഫസ്റ്റ് ഇയർ. കൊച്ചുമകൾ അന്ന 1.5 വയസ്സ് ആഹാരം കഴിക്കുന്നില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകൾക്ക് എക്സാമിനുള്ള പഠിക്കുവാൻ കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. കൊച്ചുമകൾക്ക് ആഹാരത്തിലുള്ള വിരക്തി മാറുന്നതിനായി സ്തോത്രം. ആഹാരം കഴിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നോട് ടൈറ്റസ് വിളിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ കൈക്കും കാലിനും ഭയങ്കരമായ വേദന, പ്രാർത്ഥിക്കണം, ജോലിക്ക് പോകണം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരനോട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവിക ജീവൻ മകനിലേക്ക് വ്യാപരിക്കട്ടെ. ശരീരമേ പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ആരോഗ്യത്തിലൂടെ ബലത്തിലൂടെ ജോലിക്ക് കടന്നു പോകാൻ ഞങ്ങൾ സഹായിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. സീനാമോൾ ആനപ്പാറ എന്ന് വിളിച്ചിരിക്കുന്നു. സീനാമോളുടെ അമ്മയും അനിയത്തിയും ഭർത്താവും വളരെ കഷ്ടത്തിൽ കടന്നു പോകുന്നു. ഷാജി, സിജി എന്നിവർക്ക് ജോലി വേണം. കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ല ഇന്ന് സുവർണ്ണ വിളിച്ചിരിക്കുന്നത് സുരേഷിന്റെ മദ്യപാനം മാറണം, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ സ്നേഹത്താൽ അവനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തെ അടിമത്തത്തിൽ നിന്ന് അവനെ പൂർണ്ണമായും വിടുവിച്ചാട്ടെ. ആ കുടുംബത്തിന് ദൈവിക സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാകുമാറാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. നീലാമ പന്തളത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നീലാമയ്ക്ക് ശരീരവേദന, മകൾക്ക് ജോലി ലഭിക്കണം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ വേദന എല്ലാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ കിട്ടുമാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ മകൾക്ക് ജോലി ലഭിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. വെള്ളനാടുന്ന് ലീനെ വിളിച്ചിരിക്കുന്ന സ്ഥലം വിലക്കണം, മകളുടെ വിവാഹം നന്നായിട്ട് നടക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുവാൻ തക്കണം അവരെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം മകൾക്ക് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. Oh yes. Oh Lord, we praise. Jesus, you are high and lifted up. Jesus, Son of God, the darling your heaven crucified, worthy is the കോട്ടയം സ്റ്റുഡിയോയിൽ ഇന്ന് രാവിലെ വൈദ്യുതിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഉയർത്തിവിടെ നിൽക്കുന്നത്. എങ്കിലും ജീസസ് ഈസ് സീറ്റഡ് ഓൺ ദ ത്രോൺ. സന്തോഷം. യേശു ഇപ്പോഴും സിംഹാസനസ്ഥനായി കൂടെയുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കെവിൻ 1.5 വയസ്സ്, പനി കുറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുവാനായിട്ട് മിസ്സസ് മേരിക്കുഞ്ഞ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പൂർണ്ണമായ സൗഖ്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിയോൺ നാഷണൽ ക്ലിനിക്കിൽ ആയിരിക്കുന്ന
ജീവനും മരണത്തിനും ഇടയിൽ മല്ലടിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ശിശുക്കൾക്കായി, കുട്ടികൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായി, ഇന്ത്യയിലെ ശിശുക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമുള്ളവരാകട്ടെ, ആരോഗ്യമുള്ളവരാകട്ടെ. ശിശുക്കളുടെ മരണനിരക്ക് വളരെ വ്യക്തമായ നിലയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ അത് ഇല്ലാതാകട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഇമെയിൽ അയക്കുന്നവർക്ക് ഒരു ഗുണം, അവരുടെ വിവരങ്ങൾ മുഴുവൻ വിശദമായിട്ട് അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1-2 പേജുകളാണ് ആളുകൾ ഇമെയിലുകൾ വിവരങ്ങൾ അറിയിക്കുന്നത്. എൻ്റെ രക്തചുരുക്കം പറയട്ടെ, ദോഹയിൽ ജോലിയുണ്ട്, അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്നു, സേവിങ്സ് ഒന്നുമില്ല, 15 വർഷമായിട്ടും നാട്ടിലൊരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, പ്രാർത്ഥിക്കുവാനായിട്ട് മിസ്റ്റർ ഫിലിപ്പ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ദോഹയിൽ നിന്ന് ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ ഫിലിപ്പിനുമായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ അത്ഭുത കരം ആ ജീവിതത്തിന് മേൽ വരട്ടെ, ഒരു നിറവിനാൽ നിറയട്ടെ. അതുപോലെ കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ പല വർഷങ്ങളായി കഷ്ടപ്പെട്ടിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നരകിക്കുന്ന ധാരാളം ആളുകൾ പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരും അവരുടെ ആശ്രിതരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മീതെ സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ. Let heaven above their heads be opened in Jesus mighty name. ഇപ്പോൾ സംഭവിക്കട്ടെ. അവർ ദൈവിക നിറവിനാൽ നിറയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, തിരുവനന്തപുരത്ത് നിന്ന് ലീല വിളിച്ചിരിക്കുന്നു. മൂത്തമാന്റെ കുടുംബജീവിതം വേർപെട്ടിരിക്കുന്നു. അവർ ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നിപ്പിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ദൈവപ്രവൃത്തികളെ വെളിപ്പെടുന്നവർ ഒന്നിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ജോൺ മത്തായി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ജിഷി റാസൽ കൈമയിലേക്ക് ഇന്ന് പോകുന്നു. 35 വയസ്സായി, വിവാഹം നടക്കണം, യൂട്രസിൽ ഒരു മുഴയുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകളുടെ യാത്രമേൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് അത്ഭുതം കാണുവാനിടയാക്കണം. എൻ്റെ മകളുടെ ശരീരാത്മദേഹിയിലെ ദൈവിക സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവേ, സകല വിഷയത്തിൻ്റെ മേലും അങ്ങയുടെ കരം വെക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് തക്ക തുണിയെ കൊടുത്ത് നിന്റെ മകളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, മദ്യപാനം നിർത്തുന്നതിന് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ഞങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മേൽ ആധിപത്യമെടുക്കുന്ന മദ്യപാന ശക്തി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി പൂർണ്ണമായ ഒരു വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജോളി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരിക്ക് ഒരു ഭവനം ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി വരട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകാരം വെളിപ്പെട്ട് അങ്ങനെ ഒരു ഭവനം ചമപ്പാനുള്ള കൃപ കൊടുത്താട്ട് യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, സജി വിളിച്ചിരിക്കുന്നു. മക്കൾ 2 പേർക്ക് എക്സാം ആണ്. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. എക്സാം നന്നായി എഴുതുവാൻ തക്കവണ്ണം സ്വർഗീയമായ ജ്ഞാനവും വിവേകവും പകർന്നു കൊടുത്ത് കർത്താവ് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലീല ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. ഷുഗർ കൂടുതലുണ്ട്, കണ്ണിന് പ്രയാസം, കടഭാരമുണ്ട്. ഇളയ മകളുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ നീ പൂർണ്ണമായ സൗഖ്യം കൊടുത്താട്ട് ആ മകളുടെ കണ്ണിന് കാഴ്ച പൂർണ്ണമായി മടങ്ങി വരട്ടെ. ഷുഗർ നോർമൽ ആകട്ടെ. കർത്താവേ, കടബാധ്യതകളെ പൂർണ്ണമായി വീട്ടി ആ പൈതലിന്റെ കുടുംബജീവിതം ധന്യവും ഉറപ്പുള്ളതായി തീരുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. മോനി US-ൽ നമ്മെ അറിയിച്ചിരിക്കുന്നത് 6 മാസമായി ജോലിക്കായി ശ്രമിക്കുന്നു, ജോലിയില്ല, വിട്ടുമാറാത്ത അലർജി. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സൗഖ്യമാക്കാം. അമേരിക്കയിൽ, കാനഡയിൽ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന എല്ലാ പ്രിയമുള്ളവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായി ഞങ്ങൾ വന്ദനം അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിൽ നമുക്ക് സമൃദ്ധമായ ജീവനുണ്ട്, ജീവിതമുണ്ട്. ആ യേശുവിൽ തന്നെ വിശ്വസിക്കുക. ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു കുടുംബം ഓടി വന്നിട്ട് പറഞ്ഞു, മകൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് വളരെ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയായിരുന്നു. പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിച്ചു. വേഗം യേശു അത് നിറവേറ്റി തന്നു. ധാരാളം ആളുകൾക്ക് വീടില്ലാതിരുന്നവർക്ക് വീടുകൾ ലഭിക്കുമ്പോൾ
അതിൻ്റെ പരവാസത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷയുടെ തിരക്ക് കാരണം കഴിയുന്നില്ല. ഞങ്ങളെ ക്ഷണിക്കുന്നതിൽ ഹൃദയംഗമായ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ധാരാളം ആളുകൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു. അവർക്ക് വളരെ ആഗ്രഹമുണ്ട്. തലേ ദിവസമെങ്കിലും ആ ബിസിനസ്സിൻ്റെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയത്തില്ലല്ലോ. ഞങ്ങളെ ക്ഷണിക്കുന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ധാരാളം യൗവനക്കാരുടെ വിവാഹങ്ങൾ നാളുകൾക്ക് മുമ്പ് നടക്കേണ്ടത്, പക്ഷേ ഒന്നിനു മാറി മറ്റൊന്നായി തടസ്സങ്ങളിലൂടെ പോയപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ അവർ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അവരുടെ വിവാഹത്തിന് ഇവിടെ ധാരാളം ക്ഷണം വരുന്നുണ്ട്. ഞങ്ങളെ ക്ഷണിക്കുന്നതിൽ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയംഗമായ നന്ദി അറിയിക്കുമ്പോൾ എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാകയാൽ ഞങ്ങളോടത് മനസ്സിലാക്കണമേ എന്നും കൂടെ ഓർമ്മപ്പെടുത്തും. ചിലർക്ക് വളരെ നിർബന്ധമുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കാം. പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന ഒരു വിടുതൽ പ്രൈം കേരള കുടുംബാംഗങ്ങളോട് അറിയേണ്ടതിന് തീർച്ചയായിട്ടും ഇന്ന് തന്നെ 7 മണിക്ക് ശേഷം അത് വിളിച്ചു പറയണം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. കഴിഞ്ഞ ദിവസം മിസ്റ്റർ ഏബ്രഹാം എന്ന അങ്കിള് എറണാകുളത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രൈം കേരള ഫെബ്രുവരി 4-ാം തീയതി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാർത്ഥന കേരളം അത് ഒരു ഫൗണ്ടനാണ്, ഒരു ഉറവയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഉറവ തന്നെയാണ്. യേശു നമുക്കായി തുറന്ന് ഇത് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുപോലെ ദൈവം തുറന്ന് വിടുതൽ അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, രക്ഷ അനുഭവിക്കുവാൻ, യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തുറന്ന ഒരു ഉറവയാണ്. ഈ ഉറവ നിൽക്കാതെ പോകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പങ്കാളികളായി ഒന്നിച്ച് ശുശ്രൂഷയുടെ ഭാരം വഹിച്ച് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ വീണ്ടും ഇടയാകട്ടെ. എല്ലാവരെയും ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ജ്ഞാനസെൽവം എന്ന ആള് വിളിച്ച് അറിയിച്ചിരിക്കുന്ന കാലുവേദനയായി വളരെ കഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. മകൾ കുടുംബത്തിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നു. മക്കൾക്ക് പഠനത്തിൽ പുറകോട്ടാണ്. ലീന ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുന്ന കോഴിക്കോട് നിന്നാണ് ഈ വിവരം വന്നിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ വിമോചനം നൽകും. 14 വയസ്സുള്ള കൊച്ചുമകൾ പ്രാർത്ഥനയുടെ ഫലമായി സുഖമായിട്ട് അയർലൻഡിൽ ചേർന്നു എന്ന് ടെലഫോൺ വന്നു എന്ന് ആലീസ് ട്രിവാൻഡ്രത്തിൽ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. പ്രസാദ് ട്രിവാൻഡ്രം മകന്റെ പനി കൂടുതലായ സന്ദർഭത്തിൽ പ്രാർത്ഥനാ കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചത് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഡോക്ടർ ഓഫ് ലീന ചെങ്ങന്നൂർ ഫസ്റ്റ് ഇയർ നഴ്സിംഗിന്റെ എക്സാം നടക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഒരുപാട് വിവരങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുന്നു. ബിലവഡ്, ഇന്ന് യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. താങ്കളുടെ ശരീരത്തിലുള്ള രോഗവുമായിട്ട് കഴിയുമെങ്കിൽ എഴുന്നേൽക്കുക, ഓടിയ സ്ക്രീനിലേക്ക് വരിക. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുതകരമായ വിടുതൽ യേശു നൽകി തരും. 2 സഹോദരന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ വരും. അതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് താങ്കളുടെ രോഗത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സാമ്പത്തിക കെടുതികൾ മാറേണ്ടത് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇപ്പോൾ ഞങ്ങൾ വായിച്ച ഓരോ ജീവിതത്തെയും വിഷയങ്ങളെയും അവർ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, യൂറോപ്പിലെ ഓരോ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അല്പമല്ലാത്ത ക്ലേശങ്ങൾ സിറിയയിലും ഈജിപ്തിലും ഉള്ളപ്പോൾ അവിടുത്തെ കരം നീട്ടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ഇഷ്യൂസും മാറട്ടെ. ഇറാഖിൽ അവിടുത്തെ കരം നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഓരോ രാജ്യങ്ങളിലും യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സമാധാനം നിറഞ്ഞ് കവിയട്ടെ. ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേരളത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് ഷൈനി വിളിച്ചിരിക്കുന്നു. ചെയ്യാത്ത തെറ്റിന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ചത് മാറേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഷൈനിക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ നീ മാറ്റി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജീവിതത്തിന് കർത്താവെ വന്നിരിക്കുന്ന ആ കർത്താവെ, ആ അവസ്ഥകൾക്ക് ദൈവികമായിട്ടുള്ള കർത്താവ് ഒരു പ്രതിവിധി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ട്രാൻസ്ഫർ മാറി പോകേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക നീതി അവിടെ വെളിപ്പെടുമാറാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. മംഗലാപുരത്ത് നിന്ന് ജിൻസി വിളിച്ചിരിക്കുന്നത് ഇന്നു മുതൽ 27-ാം തീയതി വരെ നേഴ്സിംഗിന്റെ എക്സാം നടക്കും. നന്നായിട്ട് എഴുതുവാനും നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എക്സാം എന്നു മുതൽ തുടങ്ങുന്ന ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കൃപ ഓരോ കുഞ്ഞുങ്ങളോട് കൂടി നിന്നിട്ട് എക്സാം നന്നായി എഴുതുവാൻ, ഉന്നതമായ വിജയം പ്രാപിപ്പാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. ആരോഗ്യം ബലവും നൽകി കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിൽ നിന്നും
ലാലമ്മ ചാക്കോ വിളിച്ചിരിക്കുന്നു. മകന് വേണ്ടി വിവാഹ ആലോചന നടക്കുന്നു. ദൈവഭയമുള്ള ഒരു കുട്ടിയെ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവെ, ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലൊരു ദൈവിക നിയോഗമുള്ളൊരു പെൺകുട്ടിയെ തന്നെ ആ ജീവിതത്തിന് ലഭിക്കുവാൻ തൊക്കണം. കർത്താവെ, അവരെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. നിരത്തുനിന്ന് സൂസനെ വിളിച്ചിരിക്കുന്നു. പനി, തലവേദന, ശരീരം വേദനയാൽ ഭാരപ്പെടുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ മുതൽ ഉള്ളം കാൽവരും ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതലും ആശ്വാസം അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മാമ്പള്ളിയിൽ നിന്നും പ്രസന്നകുമാരി എന്ന മാതാവ് വിളിച്ചിരിക്കുന്നു. മകളുടെ വിവാഹത്തിന് ഉള്ള പൈസ ഇതേവരെ ശരിയായിട്ടില്ല. അതിനായി സ്ഥലം വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ജീവിതങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം കർത്താവെ ആ പണം അവരുടെ കരങ്ങളിൽ ലഭിക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുള്ള വഴികൾ അവർക്കായി തുറക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക അനുഗ്രഹത്താൽ നിറച്ചാട്ട് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്തുനിന്ന് ബെറ്റി വിളിച്ചിരിക്കുന്ന മകന്റെ ജോലി നഷ്ടപ്പെട്ട് അതുകൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയി അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ആധിപത്യവും മാറിപ്പോകട്ടെ. ആ കുടുംബം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നിച്ച് ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥി. അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി, വരുമാന മാർഗം ആ കുടുംബത്തിന് മേൽ അങ്ങ് തുറന്നു കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തങ്കമ്മ USA വിളിച്ചിരിക്കുന്നു. നടുവേദന, സമാധാനക്കുറവ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് മദ്യപാനം മാറാനും സ്വന്തമായി വീട് ലഭിക്കേണ്ടതിന് 6 സെന്റ് സ്ഥലം വിറ്റ് കിട്ടേണ്ടതിന് പച്ചക്കറി കച്ചവടം ഉയർച്ചയിലേക്ക് വരാനും പ്രാർത്ഥിക്കുവാൻ അനിത കിളിമാനൂരിൽ നിന്ന് നമ്മോട് ടെലഫോണിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോമസ് ചാലക്കുടിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബപരമായ പ്രശ്നങ്ങൾ മാറണം, കുടുംബസ്വത്ത് ലഭിക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നു. ഇതുപോലെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ് തന്നെയാണ്. രോഗികളായ പ്രിയപ്പെട്ടവർ, ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുക, ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി യേശുവിൻ്റെ നാമത്തിൽ രോഗികളായ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരട്ടെ. ഉച്ചി മുതൽ പാദം വരെ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം ഉള്ളവരായി മാറട്ടെ. I bless them with the blessing of Jesus that they will be totally healed from now onwards in Jesus name. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രാർത്ഥന കേരളത്തിൽ വിളിക്കുന്ന ആളുകളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചപ്പോൾ ചിലരൊക്കെ നേരിടുന്ന ഒരു പ്രയാസമുണ്ട്. താങ്കൾ വിളിക്കുമ്പോൾ മിക്കപ്പോഴും ആ 3 ഫോണുകളും എൻഗേജ്ഡാണ്. അല്പമൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണമേ. ഈ 1 മണിക്കൂറിനുള്ളിൽ വന്ന പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള വിഷയങ്ങളായത്. ദയവായത് ഞങ്ങളോടൊപ്പം സഹകരിച്ച് താങ്കൾ സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിഷയങ്ങൾ വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കാണണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കൊന്നിച്ചു കൂടണം. ഇനി ശേഷിക്കുന്ന സമയം കഴിയുമുള്ളിടത്തോളം പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. ഇന്ന് നമ്മുടെ ജോലികൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങൾ, നമ്മുടെ അടുക്കളകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവത്തിന് നിറവുള്ളതുമായി തീരട്ടെ. പ്രാർത്ഥന കേരളം ഹാർവസ്റ്റ് TV കുടുംബത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ ആശംസിക്കുന്നു. കർത്താവെ, പ്രൈയിങ് കേരള ഹാർവസ്റ്റ് TV കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് ഇന്ന് പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ലോകരാജ്യങ്ങളിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഹാർവസ്റ്റ് TV കുടുംബത്തിനായി നമുക്ക് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദൗത്യം ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാനുള്ള മിസ്റ്റർ ബിബി ജോർജിന്റെയും കുടുംബത്തിന്റെയും ടീമിന്റെയും ഉദ്യമത്തെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമൃദ്ധിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തിയാൽ അവിടുന്ന് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ത്യയിലുള്ളതായ സകലവിധ സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്തൃദാസിദാസന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ.